ചെറിയൊരു വിലയിലും ചെറിയൊരു മുടക്കിലും നല്ലൊരു പ്രീമിയം വാഹനം. അത് 2016 മോഡൽ ടൊയോട്ടോ ക്യാമറി. സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. അതർ സ്റ്റേറ്റ് വാഹനമായിരുന്നു. കേരളത്തിൽ നമ്പറായ വാഹനമാണ്. കിലോമീറ്റർ ഓടിയുള്ളത് 1,42,000 കിലോമീറ്ററാണ്. A to Z ഫുള്ള് കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. മേജറായില്ല ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ 2016 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് ഹൈബ്രിഡ് വാഹനമാണ് വരുന്നത്. മേജറായില്ല ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് ഏതൊരു ഭാഗത്തും കാണിക്കാൻ കഴിയില്ല. പേൾ വൈറ്റിലാണ് ഈ വാഹനം വരുന്നത് കേട്ടോ. ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി എന്ന് തന്നെ പറയാം കേട്ടോ. ഈ വാഹനം എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറേ വാഹനങ്ങളിൽ പിന്നെ മേജർ സർവീസ് കഴിഞ്ഞിക്കണമെന്നൊക്കെ ചോദിക്കുന്നതിന് പകരം ഇതിൻ്റെ ബാറ്ററി ചേഞ്ച് ചെയ്തുകൊണ്ടെന്നല്ലേ ചോദിക്കണം. 2023 1,30,000 കിലോമീറ്റർ ബാറ്ററി നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 2.5 ലക്ഷം റുപ്യൊക്കെ ഇതിൻ്റെ ബാറ്ററിക്ക് നമുക്ക് ചിലവ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ബാറ്ററി 2023 1,30,000 കിലോമീറ്ററിൽ കമ്പനിയിൽ നിന്ന് റീപ്ലേസ് ചെയ്താണ്. അതേപോലെ സൈഡ് ബോഡി കാര്യങ്ങളും ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റിയിലാണുള്ളത്. നിങ്ങൾ ഈ വാഹനത്തിനൊക്കെ നമുക്ക് ചെക്കിങ് വാറണ്ടി തരാൻ കഴിയും. ഈ വാഹനം നമുക്ക് പാർക്കാൻ സെയിലൊന്നും വാഹനമാണ്. എന്നാലും നിങ്ങൾ കൊണ്ടുപോയിട്ട് മേജർ എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യലൊരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി എന്ന് തന്നെ പറയാം. പേൾ വൈറ്റിലാണ് ഈ വാഹനം വരുന്നത്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഫ്രണ്ട് ഏജ് ടയർ ഭാഗങ്ങൾ ഒരു 40% വരുന്നുള്ളൂ. ബാക്ക് ടയർ ഒരു 30% കേട്ടോ. സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന സൈഡ് ബോഡി കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട യാതൊരു ഡെൻറ്റിങ് വർക്കോ അല്ലെങ്കിൽ മേജർ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും നിലവിൽ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ബാക്ക് സൈഡിൽ അതർ സ്റ്റേറ്റ് വാഹനമായതുകൊണ്ട് ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് പോളിഷ് ചെയ്ത് നിർത്തിയ വാഹനമാണ്. ഇത് പാർട്ടി യൂസ് വാഹനമാണ്. പാർട്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ പാർക്കാൻ സെയിൽ ചെയ്താണ് കേട്ടോ. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു കറണ്ട് നമ്മൾ പോളിഷിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തില്ല. പാർട്ടി എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു കണ്ടീഷനിൽ നമ്മൾ നേരിട്ട് ഡയറക്റ്റ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗത്തൊക്കെ വരുമ്പോൾ നമ്മളൊരു ബെൻസിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെയാണോ ആ ഒരു ഫീച്ചേഴ്സ് ഈ ടൊയോട്ട ക്യാമറയിലും അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ഭാഗത്തൊക്കെ വരുമ്പം ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. ഡ്രൈവർ സൈഡും പാസഞ്ചർ സൈഡും നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഇലക്ട്രിക്കലാണ് വരുന്നത്. അതേപോലെ വെൻറ്റിലേഷൻ AC വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ്, സ്റ്റാറിങ് കൺട്രോൾ, സ്റ്റാറിങ്ങിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സാണ് ഈ വാഹനത്തിന് വരുന്നത് കേട്ടോ. എനിക്കറിയാത്ത ഫീച്ചേഴ്സ് തന്നെ ഒരുപാടുണ്ടാവും. അതേപോലെ അതിൻ്റെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും വെൻറ്റിലേഷൻ AC എല്ലാ ഭാഗത്തും കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കൊടുക്കുന്നുണ്ട്. അതിന്മേൽ തന്നെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതും പിന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഫ്രണ്ടത്തെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് തന്നെ അവർ കൊടുക്കുന്നുണ്ട്. അതേപോലെ ബാക്ക് സീറ്റും നമ്മൾ ഈ ചാരുന്ന കുഷ്യൻ സീറ്റൊക്കെ നമുക്ക് ഈ ഒരു ഇതുമേ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും കേട്ടോ. ബാക്കും ഫ്രണ്ടൊക്കെ ഇതും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. പവർ മോഡ് കാര്യങ്ങൾ ബാക്കത്തെ എല്ലാ സ്വിച്ചും കാര്യങ്ങളും നമുക്ക് ബാക്കിൽ ഇരുന്നു കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയും കേട്ടോ. സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫ്രണ്ടും ബാക്കും കൊടുക്കുന്നുണ്ട്. ഇലക്ട്രിക്കലാണ് വരുന്നത്. അതേപോലെ റൂഫും കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. ഈ ഒരു ഡ്രൈവർ സൈഡത്തെ ഈ ഒരു ഭാഗത്തു നിന്ന് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുമ്പോഴേ നമ്മൾ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ നമ്മൾ ഈ വാഹനത്തിൻ്റെ സ്റ്റാറിങ് വരുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഒരു പൊസിഷനിൽ ഇതിൻ്റെ സ്റ്റാറിങ് വരും. ഇതിപ്പം സ്റ്റാർട്ടിംഗ് ആണ് വണ്ടി. ഒരിക്കലും നമുക്കത് സ്റ്റാർട്ടിംഗ് ആണെന്ന് അറിയാൻ കഴിയില്ല. അത്രയും ഒരു സൈലൻറ്റ് വർക്കിംഗ് ആണ് ഈ വാഹനം വരുന്നത്. അപ്പോൾ നമ്മളിത് ഓഫാക്കാന്നുണ്ടെങ്കിൽ സ്റ്റാറിങ് അതേപോലെ ആദ്യം എങ്ങനെയാണ് നിന്നത് ആ ഒരു കണ്ടീഷനിൽ സ്റ്റാറിങ് അതേപോലെ അത് നിൽക്കും. അതേപോലെ ഇതിൻ്റെ എൻജിൻ സൈഡിലേക്ക് വരുമ്പോഴേ നമ്മളൊരു സാധാ എൻജിൻ മാതിരിയല്ല ഇതിൻ്റെ എൻജിൻ ഭാഗം വരുന്നത്. നമുക്കൊരു മൊത്തത്തിലൊരു പാക്കിങ് വരുന്ന പോലെയുള്ള എൻജിനാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ബാറ്ററിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. കംപ്ലീറ്റ് മോൾഡിങ്ങാണ് വരുന്നത് കേട്ടോ. അലൂമിനിയത്തിൻ്റെ ഫുൾ മോൾഡിങ് വരുന്നൊരു ബാറ്ററിയാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ബാറ്ററിക്ക് തന്നെ നമുക്ക് ഒരു 2.5 ലക്ഷം റുപ്യേൻ്റെ മുകളിൽ ചാർജ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത്. 1,30,000 കിലോമീറ്ററിൽ നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ട് എഡ്ജ് വേറെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ബോണറ്റ് മാറിയിട്ടുണ്ട്. വേറെ മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ഫ്രണ്ട് ഗ്ലാസ് വരെ റീപ്ലേസ് ഇല്ലാത്തൊരു വാഹനം കേട്ടോ ഈ വാഹനം. അപ്പോൾ ഈ 2016 മോഡലിൽ വരുന്ന ഈ വാഹനത്തിന് 13,50,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങൾക്കിത് കൊണ്ടുപോയിട്ട് ചെക്കിംഗ് വാറൻ്റി ഒക്കെ തരും. എന്ത് മേജർ ഇഷ്യൂ ഉണ്ടെങ്കിലും നമുക്ക് റിട്ടേൺ ചെയ്യാനൊരു ഓപ്ഷൻ നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. അത്യാവശ്യം നല്ല ലക്ഷറി വാഹനമാണ്. 13,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്.